ഡോക്ടർ പി.എസ്. ജോണിന്റെ മരുന്നു പരീക്ഷണത്തിന്റെ ഇരകൾ കാസർഗോഡും രോഗശാന്തി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയതായും പരാതി. മരുന്നു പരീക്ഷണം സംബന്ധിച്ച വാർത്ത റിപ്പോർട്ടർ ചാനലാണ് പുറത്തുകൊണ്ടുവന്നത്. റിപ്പോർട്ടർ ഫോളോ അപ്പ്. നട്ടലിന് ക്ഷതമേറ്റ കാസർഗോഡ് പാണത്തൂർ സ്വദേശി ബിപ്പി 3 വർഷം ഡോക്ടർ പി.സി. ജോണിന്റെ ചികിത്സയിലായിരുന്നു. രോഗശാന്തി വാഗ്ദാനത്തിൽ അകപ്പെട്ട ബിപ്പിക്ക് ചിലവായത് 8 ലക്ഷം രൂപ. ഫലമോ നിരാശ മാത്രം. കൊടിയ വേദനയാണ് അനുഭവിക്കേണ്ടി വന്നതെന്നും ഇദ്ദേഹം പറയുന്നു. വേദന എന്ന് പറയുന്നത് നമ്മൾ ഈ വീഴ്ചയിലും ഇത്രയും അനുഭവിക്കാത്തൊരു വേദനയാണ് അന്ന് സഹിച്ചത്. നമ്മൾ അത്രയും വേദന സഹിച്ചിട്ടാണ് ഇത് ചെയ്തത്. എങ്ങനെങ്കിലും ഒന്ന് കുറച്ചെങ്കിലും ഒരു ഇത് വെച്ചിട്ടെങ്കിൽ ഇങ്ങനെ ക്രച്ചസ് വെച്ചിട്ടെങ്കിൽ നടക്കാമെന്നുള്ള രീതിയിലാണ് അത് ആയെങ്കിൽ അത്രയും ഭാഗ്യമല്ല വെച്ചിട്ടാണ് നമ്മളിത് പോയത്, ഇത്രയും സഹിച്ചിട്ട്. എന്നിട്ട് ഇത് ഈ 15 പ്രാവശ്യം ഇതേപോലെ നമ്മൾ വേദനയും സഹിച്ചിട്ട് പോയിട്ട് ഒരു മാറ്റവും നമുക്ക് ഇതുവരെ വന്നില്ല. കോളിച്ചാലിലെ മോഹൻദാസിനും മാലയ്ക്കലിലെ ബെന്നിക്കും സമാനമായ അനുഭവമാണ് ഉണ്ടായത്. നഷ്ടപരിഹാരം നേടാനല്ല, മറിച്ച് മറ്റൊരാൾക്കും ഇങ്ങനെയൊരു ദുർഗതി ഉണ്ടാകാതിരിക്കാനാണ് പ്രതികരിക്കുന്നതെന്നും ഇവർ പറയുന്നു. നഷ്ടപരിഹാരവും നമുക്ക് തന്നില്ലെങ്കിലും ഇനി ഒരാൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. മനുഷ്യന് മൃഗത്തിന്റെ വില പോലും കൽപ്പിക്കാതെ നിയമലംഘനം നിർബാധം തുടരുന്ന ഇത്തരക്കാർക്കെതിരെ സമൂഹം ഒറ്റക്കെട്ടായി പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. കെ.വി. ബൈജു, റിപ്പോർട്ടർ, കാസർഗോഡ്.